അതിർത്തികളിൽ വമ്പൻ നീക്കവുമായി ഇന്ത്യ. വൻ സൈനിക പരിഷ്കരണത്തിന് ഇന്ത്യ ഒരുങ്ങുന്നു. ഇരു രാജ്യങ്ങളുമായുള്ള അതിർത്തി മേഖലകളിലെ കര, നാവിക, വ്യോമസേനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഏകീകൃത സൈനിക കമാൻഡ് സംവിധാനം നടപ്പാക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. തിയേറ്റർ കമാൻഡ് ഘടന നടപ്പിലാക്കുന്നതിന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ NS രാജാ സുബ്രഹ്മണി അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചത്. നിലവിൽ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയ്ക്ക് പ്രത്യേകം കമാൻഡ് സംവിധാനങ്ങളാണുള്ളത്. പുതിയ സംവിധാനത്തിലൂടെ 3 സേനകളുടെയും പ്രവർത്തനങ്ങൾ ഒരു കമാൻഡറുടെ നേതൃത്വത്തിലേക്ക് ഏകോപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികളിൽ ഒരേ സമയം ഉണ്ടാകുന്ന സുരക്ഷാ വെല്ലുവിളികളെ കൂടുതൽ കാര്യക്ഷമമാക്കി നേരിടാൻ ഇത് സഹായിക്കുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മുമ്പാകെ CDS ഈ നിർദ്ദേശത്തിന് അംഗീകാരം തേടി ഒരു അവതരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതിരോധ മന്ത്രി അനുമതി നൽകി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി മുമ്പാകെ അന്തിമ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നതിന് മുമ്പ് നിർദ്ദേശം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങും. അംഗീകരിക്കപ്പെട്ടാൽ പോരാട്ട സന്നദ്ധം മെച്ചപ്പെടുത്തുക, സംയുക്ത പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക, സൈനിക വിഭവങ്ങളുടെ കൂടുതൽ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ സായുധ സേനയിലെ ഏറ്റവും വലിയ പുനഃസംഘടനകളിൽ ഒന്നായിരിക്കും തിയേറ്റർ കമാൻഡ് സിസ്റ്റം. ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രതിരോധ സ്റ്റാഫ് മേധാവിയായി അടുത്തിടെ ചുമതലയേറ്റ ജനറൽ സുബ്രഹ്മണി സായുധ സേനയ്ക്കുള്ളിലെ സംയോജന പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിച്ചു വരികയാണ്. 3 സേനകളുടെയും വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ജനറൽ അനിൽ ചൗഹാൻ ഈ വർഷം ഏപ്രിൽ പ്രതിരോധ മന്ത്രിക്ക് സംയോജിത തിയേറ്റർ കമാൻഡുകൾ സൃഷ്ടിക്കുന്നതിനുള്ള നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്ന സൈനിക പരിഷ്കാരങ്ങളിലൊന്ന് നടപ്പിലാക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ് ഈ നീക്കം. അതിന്റെ ഘടന, ശ്രേണി, പ്രവർത്തന ചട്ടക്കൂട് എന്നിവയെക്കുറിച്ചുള്ള വർഷങ്ങളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഈ നിർദ്ദേശം ഇപ്പോൾ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ്. CDS സമർപ്പിച്ച നിർദ്ദേശം 4 സ്റ്റാർ തിയേറ്റർ കമാൻഡറിനെ നിയമിക്കും. 3 സേനകളിലൂടെയും മേധാവികൾക്ക് തുല്യമായ തലത്തിൽ അവരെ നിയമിക്കാനും ശുപാർശ ചെയ്യുന്നതിനായി വൃത്തങ്ങൾ അറിയിച്ചു. ഈ കമാൻഡോമാർ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിൽ നിന്നുള്ള പ്രവർത്തന ആസ്തികളെയും ഉദ്യോഗസ്ഥരെയും അതാത് തിയേറ്ററുകൾക്കുള്ളിൽ മേൽനോട്ടം വഹിക്കും. ഇത് ഏകീകൃത തീരുമാനമെടുക്കലും സംയുക്ത പ്രവർത്തനങ്ങളും സാധ്യമാക്കും. ഓരോ തിയേറ്റർ കമാൻഡിനും ഡെപ്യൂട്ടി കമാൻഡർക്കൊപ്പം ഒരു വൈസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് തസ്തിക സൃഷ്ടിക്കുന്നതും നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട്. 3 സേനകളുടെയും സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് തിയേറ്റർ കമാൻഡറുടെ നേതൃത്വത്തിലുള്ള സർവീസിൽ നിന്ന് ഒഴികെയുള്ള സേവനങ്ങളിൽ നിന്നാണ് ഡെപ്യൂട്ടി കമാൻഡർമാരെ നിയമിക്കാൻ സാധ്യത. ഇന്ത്യയുടെ ആദ്യത്തെ CDS ജനറൽ ബിപിൻ റാവത്ത് ആദ്യമായി നിർദ്ദേശിച്ച തിയേറ്റർ കമാൻഡ് മോഡൽ 3 സേനകളുടെയും സൈനിക വിഭാഗങ്ങളെ ഒരൊറ്റ കമാൻഡറുടെ കീഴിൽ കൊണ്ടുവരികയും പ്രവർത്തനങ്ങളിൽ വേഗത്തിലുള്ള തീരുമാനമെടുക്കലും മെച്ചപ്പെട്ട ഏകോപനത്തിനു വേണ്ടി ലക്ഷ്യമിടുന്നുണ്ട്. ഈ നിർദ്ദേശം ആദ്യമായി അവതരിപ്പിച്ചത് മുതൽ അതിന്റെ സാധ്യത, കമാൻഡ് ഘടന, നടപ്പാക്കൽ എന്നിവയെക്കുറിച്ച് സായുധ സേന നിരവധി റൗണ്ട് കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. 3 സേനകളും തമ്മിലുള്ള വിഭവങ്ങൾ പങ്കിടലും കമാൻഡ് ശൃംഖലയും ചട്ടക്കൂടിന് അന്തിമ രൂപം നൽകുമ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായി തുടരുന്നു. നിർദ്ദിഷ്ട സംവിധാനത്തിന് കീഴിൽ യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, യുദ്ധ കപ്പലുകൾ, ടാങ്കുകൾ, ആയുധ സംവിധാനങ്ങൾ, മനുഷ്യശക്തി എന്നിവ പോലുള്ള ആസ്തികൾ പ്രവർത്തന ആവശ്യകതകളെ അടിസ്ഥാനമാക്കി പ്രാദേശിക കമാൻഡുകൾക്ക് കീഴിൽ സംയോജിപ്പിക്കും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.